പുരാതന ഭാരതത്തിലെ ഒരു ഋഷി വർഷങ്ങളോളം ധ്യാനനിരതനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം ശിവനെ അറിയുക എന്നതായിരുന്നു. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ദിവ്യദർശനമുണ്ടായി. അദ്ദേഹം കണ്ടത് അഗ്നിജ്വാലകളാൽ ചുറ്റപ്പെട്ട ഒരു രൂപമല്ല, മറിച്ച് അനന്തമായ ഇരുട്ടിൽ ലയിച്ചു ചേർന്ന ഒരു അസ്തിത്വമായിരുന്നു. ആ ഇരുട്ട് ഭയാനകമോ അശുഭമോ ആയിരുന്നില്ല, മറിച്ച് ശാന്തവും നിശബ്ദവുമായിരുന്നു. അത് പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാനമായി തോന്നി. ഋഷിക്ക് മനസ്സിലായി, ശിവൻ വെളിച്ചമല്ല, ഇരുട്ടാണ്. വെളിച്ചം പരിമിതമാണ്, അത് ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നു. എന്നാൽ ഇരുട്ട് ശാശ്വതമാണ്, അത് എല്ലായിടത്തുമുണ്ട്. അത് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. മനുഷ്യർ വെളിച്ചത്തെ വാഴ്ത്തുന്നത് അവരുടെ പരിമിതമായ കാഴ്ചപ്പാട് കൊണ്ടാണെന്ന് ഋഷി മനസ്സിലാക്കി. നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം ആവശ്യമാണ്, അതിനാൽ നാം അതിനെ പ്രധാനപ്പെട്ടതായി കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇരുട്ടാണ് കൂടുതൽ അടിസ്ഥാനപരമായത്. ഈ ദർശനത്തിലൂടെ ഋഷി ശിവനെക്കുറിച്ചുള്ള ഒരു പുതിയ ധാരണയിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം മനസ്സിലാക്കി, ശിവൻ ഒരു ദേവൻ മാത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാന തത്വമാണ്.